ആരും ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. എല്ലാവരെയും പിരിച്ചുവിട്ടിട്ടാണുള്ളത്. എന്തുകൊണ്ട് ജോലി തുടർന്ന് വേണ്ട എന്നുള്ള ആവശ്യം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ആകെയുള്ള കോൺടാക്റ്റ് കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺടാക്റ്റ് ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ്. സോഷ്യൽ മീഡിയയിലൂടെ അവർ പറഞ്ഞു അവരെന്തെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ മുഴുവനായും നമ്മൾ തൃപ്തികരമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ നമ്മളെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു 5 പേരെയും അതുകൂടാണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു 4 പേരെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 4 പേരിൽ ഒരാൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. CEO എന്ന പേരിൽ ജോസഫ് എന്ന് പറഞ്ഞ സാറാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റുള്ള ആരും ഇവിടെ എത്തിയിട്ടില്ല. മറ്റുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരാളുടെ മാത്രം, സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മാത്രമാണ് ഇവിടെ ഒരു തന്നിട്ടുള്ളത്, എന്തുകൊണ്ട് എന്നുള്ള കാരണത്തിൽ. പക്ഷേ അതും ഞങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് തന്നിട്ടുള്ളത്. അതിന് പുറമെ എങ്ങനെയാണെന്നുള്ളത് ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ ഒരു ഡേറ്റ് അവർ കൊടുക്കണമെന്നും, അന്ന് ഈ പറഞ്ഞ സഫീർ എന്ന് പറഞ്ഞ ആളും എല്ലാവരും അവർ പറഞ്ഞ ബോർഡ് ഡയറക്ടറുള്ള ആൾക്കാർ മൊത്തം ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഒരു മീറ്റിംഗ്, കൂടാതെ നമ്മളും ഉണ്ടാവും, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്നും അതിലെടുക്കുന്ന തീരുമാനത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതുമായിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഇവിടുത്തെ കാര്യം. അതെ, ഞങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ തുടരണം എന്നുള്ളൊരു ആവശ്യം നമുക്ക് ഇവിടെ ആർക്കുമില്ല. നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നമുക്ക് കിട്ടേണ്ട സാലറി, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാവരും ലെബിലിറ്റീസ് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞത്. ആ ഒരു കൺസേണിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആരും ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. എല്ലാവരെയും പിരിച്ചുവിട്ടിട്ടാണുള്ളത്. എന്തുകൊണ്ട് ജോലി തുടർന്ന് വേണ്ട എന്നുള്ള ആവശ്യം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ആകെയുള്ള കോൺടാക്റ്റ് കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺടാക്റ്റ് ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ്. സോഷ്യൽ മീഡിയയിലൂടെ അവർ പറഞ്ഞു അവരെന്തെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഇതിൽ കൂടുതൽ ആളുകളും അതിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാതെ തന്നെ ഇറങ്ങിയവരാണ്. കാരണം നമ്മളിൽ പല ആളുകളെയും പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാലറി നിങ്ങൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് ആ കമ്പനിയിൽ തുടരുക? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, അതിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഫീർ നജ്മുദ്ദീനെ ആണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം എത്തിയിട്ടില്ല. പല കാരണങ്ങളാണ് പറഞ്ഞത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തിൽ നിന്നുള്ള കുറേ പ്രശ്നങ്ങൾ ഭയന്നുകൊണ്ട് വരാതിരുന്നതായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ള ജോസഫ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഉറപ്പാണ്. കാരണം നാളെ ഞങ്ങളുടെ കൂടെ സാലറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരാളാണ് ഈ ജോസഫും. വെറും ഒരു എംപ്ലോയി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ബ്രെയിനായിട്ടുള്ള സഫീർ നജ്മുദ്ദീൻ തന്നെ വരണം. അദ്ദേഹം തന്നെ വാക്ക് തന്നാൽ മാത്രമേ അത് ലേബർ കമ്മീഷൻ്റെ മുന്നിൽ സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ ഞങ്ങളത് സ്വീകരിക്കുള്ളൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലേബർ ഓഫീസർ കമ്മീഷണർ പറഞ്ഞത്, ഇന്നതുപോലെ ഇന്നോ നാളേക്കുള്ളിൽ ഒരു ഡേറ്റ് അറിയിക്കണം, 25-ാം തീയതിക്കുള്ളിലുള്ള ഒരു ഡേറ്റ് അറിയിക്കുകയും ആ ദിവസത്തിൽ ഒരു മീറ്റിംഗ് വെക്കുകയും അതിൽ നിന്ന് വിത്തിൻ 2 വീക്സിനുള്ളിൽ എല്ലാവരുടെ സാലറി പെൻഡിങ്ങുകളും ഞങ്ങൾ ഒരിക്കലും ഒരു കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ വർക്ക് ചെയ്ത സാലറി മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ അവകാശമായിട്ടുള്ള പേയ്മെൻറ്റ് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ആ പേയ്മെൻറ്റ് 2 വീക്സിനുള്ളിൽ തന്നു തീർക്കണമെന്നുള്ള ആവശ്യത്തിലാണ് നമ്മൾ അടിയുറച്ച് നിൽക്കുന്നത്. അത്തരത്തിലുള്ള ആവശ്യമായിട്ടാണ്, അത്തരത്തിലുള്ള നിലപാടിൽ തന്നെ കമ്മീഷണർ നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കാമെന്നുള്ള വാക്കും നമുക്ക് തന്നിട്ടുണ്ട്. അതെ, അതായത് ടാൽറോപ്പ് എന്നുള്ളൊരു ഫേസിലേക്കാണ് നമ്മളെല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുള്ളത്, ജോയിൻ ചെയ്തിട്ടുള്ളത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് പല പേരിൽ പറയും, ഇന്ന പേരിലാണ് നമുക്ക് ലീഗൽ എൻറ്റിറ്റീസ് ഉള്ളത്. അപ്പോൾ അതിലേക്കാണ് ടാൽറോപ്പ് ഒരു എംപ്ലോയിയും ഇല്ലാത്ത, ഒരു ഇൻവോയ്സും വരാത്ത ഒരു കമ്പനിയാണ്. ഇതിൻ്റെ അടിയിൽ കുറേ ഷെൽ കമ്പനീസ് ഉണ്ട്. അതിലേക്കാണ് നിങ്ങളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത്, അതായത് ഒരു കമ്പനിയിൽ പല അക്കൗണ്ട്സ്, അതുപോലെ തന്നെ HR, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം കമ്പനികളായിട്ട് രൂപീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലുള്ള 21 കമ്പനികളായിട്ടാണ് ഇതിനെ രൂപീകരിച്ചിട്ട് നമ്മളെല്ലാം അതിലേക്ക് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ എറണാകുളം ലേബർ ഓഫീസിലേക്ക് സമീപിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾ വ്യത്യസ്ത കമ്പനികളിൽ വ്യത്യസ്ത ഇതിലുള്ള ആളുകളാണ് എന്ന് അവിടെ നിന്ന് അന്നേ തന്നെ നമ്മളെ മടക്കി വിടുകയാണ് ഉണ്ടായത്. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അതായത് 25-ാം തീയതിക്കുള്ളിൽ ഒരു ഡേറ്റ് എടുത്തിട്ട് 2 വീക്സിനുള്ളിൽ നമുക്കത് വാങ്ങി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു.